ഹലോ നമസ്കാരം. ഞാൻ അനീഷ് എബ്രഹാം. എൻ്റെ ഫാദർ ഇൻ ലോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആകസ്മികമായിട്ട് അന്തരിച്ചതിനെ തുടർന്ന് സുഖമില്ലാതെ ഇരിക്കുന്ന എൻ്റെ മദർ ഇൻ ലോയെ ഞങ്ങൾ യു കെയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നാട്ടിൽ മറ്റ് മക്കളൊന്നും ഇവരെ നോക്കാനില്ല. അടുത്ത ബന്ധുക്കളൊന്നും നോക്കാനായിട്ട് ഉള്ള സൗകര്യമുള്ള ആൾക്കാരല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ യു കെയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും 6 മാസം ഇവിടെ വന്ന് വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്ന് നിന്നു. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് പോയി 1-2 മാസം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് യു കെയിലേക്ക് വന്നു. വീണ്ടും ഒരു 6 മാസം നിന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് നാട്ടിൽ പോയി. അങ്ങനെ 3ാമത്തെ തവണ ഞാൻ അമ്മയും കൊണ്ട് യു കെയിലേക്ക് വരുന്ന വഴിക്ക് ഇവിടെ എത്തി എയർപോർട്ടിൽ വന്നപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ ഞങ്ങളെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും യു കെ സിറ്റിസൺസാണ്. പക്ഷേ അമ്മ ഇതുപോലെ വിസിറ്റിംഗ് വിസയിൽ വരുന്നു. അപ്പോൾ ആ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് 6 മാസത്തേക്കാണ് തരുന്നതെങ്കിൽ നിങ്ങൾ 6 മാസം നിൽക്കാനായിട്ട് നിങ്ങൾ അലൗഡ് അല്ല. നിങ്ങൾ വരിക, ഇവിടെയൊക്കെ കാണുക, പോവുക. ഈ സ്ഥിരമായിട്ട് വരികയും ഇവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നത് ലീഗലായിട്ട് അനുവദിച്ചു തരാൻ കഴിയുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ്, ഇവിടെ നാട്ടിൽ ആരും നോക്കാനില്ല. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ പെർമനൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, അല്ലാതെ അലൗ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ തവണത്തേക്ക് അദ്ദേഹം വിടുകയും ചെയ്തു. ആ തവണ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പെർമനൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഹോം ഓഫീസ് അത് റിജക്റ്റ് ചെയ്തു. അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ അപ്പീലിന് പോയി. കോടതിയിൽ നമ്മുടെ വക്കീലും ഹോം ഓഫീസിൻ്റെ വക്കീലും തമ്മിൽ പ്രതിവാദങ്ങളൊക്കെ നടന്നു. അവസാനം ജഡ്ജ് തീരുമാനമെടുത്തു. ജഡ്ജിന് പൂർണ്ണമായിട്ട് ബോധ്യമായി ഈ അമ്മയെ നാട്ടിൽ നിർത്താൻ കഴിയില്ല, മക്കളുടെ ഒപ്പം യു കെയിൽ തന്നെ നിൽക്കുന്നതാണ് അമ്മയ്ക്ക് സേഫ് എന്നുള്ളത് ജഡ്ജിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയ്ക്ക് പെർമനൻറ്റ് വിസ അനുവദിച്ച് തന്നത്. എന്തായാലും ഞാൻ ഈ കാര്യം പറയാൻ കാരണം, നമ്മളിപ്പോൾ നിരവധി മലയാളികളിപ്പോൾ യു കെയിൽ വർക്ക് പെർമിറ്റിൽ വന്നിട്ടുണ്ട്. അവരിൽ പലരും ഇതുപോലെ തന്നെ നാട്ടിൽ ഇതേ സിറ്റുവേഷനിൽ അപ്പനമ്മമാരെ നോക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ യു കെയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പലവരും ഇതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിലേക്ക് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരികയും 6 മാസം നിർത്തി തിരിച്ച് നാട്ടിൽ പോവുകയും ഇങ്ങനെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പലർക്കും അറിയില്ല 6 മാസം പൂർണ്ണമായിട്ട് നിൽക്കാനായിട്ട് ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത്. എന്തായാലും പെർമനൻറ്റ് വിസ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടെ PRO സിറ്റിസണൊക്കെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അതേതായാലും ഒരു ലീഗലായിട്ടുള്ള ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും, അങ്ങനെ നിർത്താൻ താല്പര്യമുള്ളവർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാതാപിതാക്കളെ കൊണ്ടുവരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ GPയിൽ ടെമ്പററി രജിസ്ട്രേഷൻ ഈ മാതാപിതാക്കൾക്ക് എടുക്കണം. GPയിലെ ട്രീറ്റ്മെൻറ്റുകൾ, അതായത് അവർ കൺസൾട്ടേഷനൊക്കെ ഫ്രീ ആണെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ ഇടവരികയാണെങ്കിൽ NHS നിങ്ങൾക്ക് ബില്ല് അയച്ചു തരും. അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ നിന്ന് മാതാപിതാക്കളെ കൊണ്ടുവരികയാണെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവർ പലതവണയായിട്ട് ഇതുപോലെ വന്നു പോയിക്കൊണ്ടിരുന്ന അമ്മയാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ, അവർ നല്ല പൂർണ്ണ ആരോഗ്യവതിയായിട്ടുള്ള അമ്മയായിരുന്നു. ട്രാവൽ ഇൻഷുറൻസ് എടുത്തില്ല. എന്തിന് വെറുതെ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നു എന്നുള്ള ധാരണയിലാണ് അവർ എടുക്കാതിരുന്നത്. പക്ഷേ ആകസ്മികമായിട്ട് പെട്ടെന്ന് അവർ സുഖമില്ലാതായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പോൾ 14,000 പൗണ്ടിൻ്റെ ഒരു ബില്ലാണ് NHS കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. ദയവ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മാതാപിതാക്കളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാവൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ഈ വിസിറ്റിംഗ് വിസയിൽ എപ്പോഴും കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. എല്ലാ മലയാളികളും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.